يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, ദിശ സ്കൂൾ ഓഫ് കൗൺസിലിംഗ് പൊന്നാനി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലിംഗ് സെന്ററാണ്. എൻ്റെ പേര് CV ഖലീലുർ റഹ്മാൻ. ഞാൻ ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ്. എൻ്റെ ബിരുദാനന്തര ബിരുദം MSc സൈക്കോളജിയാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക് സൈക്കോളജിയിൽ പ്രത്യേകമായ ബിരുദവും ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള 2 ദിവസത്തെ ഒരു ക്ലാസ്സിലൂടെ ഇസ്ലാമിക് സൈക്കോളജിയുടെ ഒരു ബേസ് നിങ്ങളിൽ മനസ്സിലാക്കി തരിക എന്നതാണ് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഇസ്ലാമിക് സൈക്കോളജി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ തൊട്ട് മുൻപ് ഒരു കൗൺസിലിങ്ങിലൂടെ എന്താണ് സാധ്യമാക്കുന്നത് എന്നതിന്റെ ഒരു ചെറിയ വിശദീകരണം കൂടി നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ സമീപിക്കുവാൻ വേണ്ടി കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ കൗൺസിലിങ്ങിന്റെ 5 സ്റ്റെപ്പുകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പൊന്നാനി ആസ്ഥാനമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ദിശ. ഞങ്ങൾ 3 കോഴ്സുകളാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഒന്ന്, 1 വർഷത്തെ ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് 3 മാസം ദൈർഘ്യമുള്ള ഇസ്ലാമിക് സൈക്കോളജി. മറ്റൊന്ന് 3 മാസം ദൈർഘ്യമുള്ള ലേണിംഗ് ഡിസബിലിറ്റി. ഈ 3 കോഴ്സുകളാണ് നമ്മുടെ സ്ഥാപനത്തിൽ നടന്നു പോകുന്നത്. എല്ലാ കോഴ്സുകൾക്കും ഇന്ദിരാഗാന്ധി നാഷണൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റോട് കൂടിയാണ് ഈ 3 കോഴ്സുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരെ കടക്കാം. ഇപ്പൊ ഇതിന്റെ ഒരു ചെറിയ പരിമിതി എന്ന് പറയുന്നത് ഏകദേശം 5 ദിവസം എടുത്ത് 5 മണിക്കൂർ കൊണ്ട് വിശദീകരിക്കുന്ന ഈ 5 സ്റ്റെപ്പുകളെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമ്പോൾ അതിൻ്റെതായ ചില പരിമിതികൾ ഉണ്ടാകും. എങ്കിൽ പോലും സൈക്കോളജി, ഇസ്ലാമിക് സൈക്കോളജി ആവട്ടെ, നോർമൽ സൈക്കോളജി അല്ലെങ്കിൽ മോഡേൺ സൈക്കോളജി ആവട്ടെ, അത് മനസ്സിലാക്കുന്നതിന് മുൻപ് ഈ 5 സ്റ്റേജുകൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇതുകൂടി നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നത്. ഇപ്പോൾ ഇതിലെ 1ാമത്തെ സ്റ്റേജ് ആണ്. 5 സ്റ്റേജുകളാണുള്ളത്. 1ാമത്തെ സ്റ്റേജ് അറ്റൻഡിങ്. സ്ക്രീനിലുള്ള കാര്യങ്ങൾ ഓരോന്നും ഞാൻ വിശദീകരിച്ചു പോകുന്നില്ല. അത് വിശദീകരിച്ച് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സമയമെടുക്കും. എപ്പോൾ മുതലാണ് ഒരു കൗൺസിലർ ഒരു കൗൺസിലിംഗ് അറ്റൻഡിങ് ചെയ്ത് തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ക്ലയന്റ് കൗൺസിലറുടെ മുന്നിൽ വരുന്ന സമയത്തല്ല അറ്റൻഡിങ് തുടങ്ങുന്നത്. മറിച്ച് ക്ലയന്റ് അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് കൗൺസിലറെ വിളിക്കുന്നത് മുതൽ ആക്ച്വലി അറ്റൻഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് വെർബൽ ആൻഡ് നോൺ വെർബൽ അറ്റൻഡിങ്. ക്ലയന്റ് വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്നതും ശരീരത്തിന്റെ അംഗചലനങ്ങൾ കൊണ്ട് പ്രകടിപ്പിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, മുഖഭാവം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രകടിപ്പിക്കുന്നതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അറ്റൻഡിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അറ്റൻഡിങ് സമയത്ത് ക്ലയന്റ് നമ്മളുടെ അടുത്ത് അവരുടെ പ്രശ്നത്തെ ചിലപ്പോൾ 20 മിനിറ്റോ 30 മിനിറ്റോ 40 മിനിറ്റോ ഒക്കെ എടുത്ത് വളരെ വിശദമായിട്ട് നമ്മളോട് സംസാരിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നോട്ട് ചെയ്തു വെക്കുക എന്ന് പറയുന്നത് ഒരു കൗൺസിലർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് 2ാമത്തെ സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ റെസ്പോണ്ടിങ് എന്നതാണ് 2ാമത്തെ സ്റ്റേജ്. 1ാമത്തെ സ്റ്റേജ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ കൗൺസിലർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ് 4ാമത്തെ പോയിന്റ് ആയിട്ട്. 4ാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കണ്ടന്റിനെ ശ്രദ്ധിക്കണം, ഫീലിങ്ങിനെ ശ്രദ്ധിക്കണം, മീനിങ്ങിനെ ശ്രദ്ധിക്കണം. ഒരിക്കലും ഒരു കൗൺസിലിയുടെ പ്രശ്നത്തെയല്ല കൂടുതലായി അഡ്രസ് ചെയ്യുന്നത്, കൗൺസിലിനെയാണ് അഡ്രസ് ചെയ്യുന്നത്. കൗൺസിലി എത്രത്തോളം ഈ പ്രശ്നത്തിൽ ഇൻവോൾവ് ആയിരിക്കുന്നു, അത് എങ്ങനെ മനസ്സിനെ ഹേർട്ട് ചെയ്തിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, പ്രശ്നം കൗൺസിലറുടേതല്ല. കൗൺസിലിയാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ക്ലയന്റ് ആണ്, അല്ലെങ്കിൽ കൗൺസിലിയാണ് ആ പ്രശ്നത്തെ മറികടക്കേണ്ടത്, അല്ലെ? നമ്മളെല്ലാം മറികടക്കേണ്ടത് കൗൺസിലിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്തനിങ് ആണ് വേണ്ടത്. മെന്റൽ വെൽബീയിങ് ആണ് അയാൾക്ക് സാധ്യമാകേണ്ടത്. അതുകൊണ്ടാണ്, അതില്ലാത്തത് കൊണ്ടാണ് കൗൺസിലറിന്റെ അടുത്തേക്ക് അവർ വരുന്നത്. അപ്പൊ കൗൺസിലിയുടെ പ്രശ്നത്തെ അഡ്രസ് ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറം കൗൺസിലിയെ സ്ട്രെങ്തൻ ചെയ്യുക എന്നതാണ് കൗൺസിലർ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പൊ 4ാമത്തെ പോയിന്റ്
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൗൺസിലി എന്താണ് പറയുന്നത്, അതിൻ്റെ ഫീലിംഗ് എന്താണ്, കണ്ടന്റ് എന്താണ്, മീനിങ് എന്താണ് എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള റെസ്പോണ്ടിങ്ങിലേക്ക് വരുമ്പോൾ കൗൺസിലർ അവിടെ ചെയ്യുന്നത് അത്രയും നേരം വിശദീകരിച്ച് ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ മോർ ദാൻ ഹാഫ് ആൻ അവറോ എടുത്ത് വിശദീകരിക്കുന്ന കാര്യത്തെ സംക്ഷിപ്തപ്പെടുത്തി 1 മിനിറ്റിലേക്കോ 1.5 മിനിറ്റിലേക്കോ ചുരുക്കിക്കൊണ്ട് വിശദീകരിക്കുന്നു. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ അവരുടെ അടുത്ത് സൂചിപ്പിച്ചുകൊണ്ട്, ഇതല്ലേ നിങ്ങൾ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച വിഷയം എന്ന് ചോദിക്കുമ്പോൾ കൗൺസിലർ പറയും അതെ എന്ന് പറയും. ചിലപ്പോൾ അല്ല സർ ഇതല്ല, അല്ലെങ്കിൽ അല്ല മാഡം ഇതല്ല, ഞാൻ ഇതുകൂടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അവർ പറയും. അപ്പൊ സംക്ഷിപ്തപ്പെടുത്തി അങ്ങനെ പറഞ്ഞ് ക്ലയന്റ് നമ്മളുടെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജ് അവിടെ പൂർത്തിയാകുന്നു. ഇവിടെ കൗൺസിലർക്ക് ഉണ്ടാകേണ്ട 4 പ്രധാനപ്പെട്ട സ്കില്ലുകൾ അവസാനത്തെ പോയിന്റ് ആയിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. സ്കിൽ റിക്വയർഡ് അറ്റ് ദ റെസ്പോണ്ടിങ് സ്റ്റേജ്. എന്താണ്? ഒന്ന് എംപതി, അല്ലെ, സിമ്പതി എല്ലാവർക്കും അറിയാം, എംപതി ഇപ്പൊ ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. രണ്ടാമത്തേത് റെസ്പെക്റ്റ് ആണ്. നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ക്ലയന്റ് വളരെ ചിലപ്പോ വലിയ ഒരു കൊലപാതകം ചെയ്തു വന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തിൽ താഴെ തട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെ, താഴെ തട്ടെന്നൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ് എങ്കിൽ പോലും അങ്ങനെ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളായിരിക്കാം. ആരായാലും എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുക എന്നത് ഒരു കൗൺസിലർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ജെന്യുവിൻനെസ്, വളരെ ജെന്യുവിൻ ആയിക്കൊണ്ട് അതിനെ അഡ്രസ് ചെയ്യുക. മറ്റത് കോൺക്രീറ്റ്നെസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൗൺസിലറുടെ അടുത്ത് വന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ കൗൺസിലർ വളരെ ജാഗരൂകമായിട്ട് ശ്രദ്ധിക്കുന്നു എന്ന് കാണുമ്പോൾ അദ്ദേഹം ഒരുപാട് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടും. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തില് ആരെയും കേൾക്കുവാൻ ആർക്കും നേരമില്ല, എല്ലാവർക്കും സംസാരിക്കണം, പക്ഷെ കേട്ടിരിക്കാൻ ആർക്കും നേരമില്ല. അപ്പൊ കൗൺസിലർ എന്ത് ചെയ്യും? അയാൾ എന്താണോ പറയുവാൻ വേണ്ടി ഉദ്ദേശിച്ച സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിലേക്ക് ഈ വ്യക്തിയെ തിരികെ കൊണ്ടുവരും. അതിനെയാണ് കോൺക്രീറ്റ്നെസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അറ്റൻഡിങ് നമ്മൾ കേൾക്കുന്നു, റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ ക്ലയന്റ് അത്രയും നേരം നമ്മളോട് വിശദീകരിച്ചതിനെ തിരിച്ച് സംക്ഷിപ്തപ്പെടുത്തി പറയുന്നു. അവിടെ ആ 3 പോയിന്റുകൾ ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ നോക്കുക. റെസ്പോണ്ടിങ് ടു കണ്ടന്റ്, ഉള്ളടക്കത്തോടുള്ള പ്രതികരണം. റെസ്പോണ്ടിങ് ടു ഫീലിംഗ്, അവരുടെ ഫീലിംഗിനോട് അഡ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഫീലിംഗിനോടുള്ള പ്രതികരണം. മൂന്നാമത്തേത് റെസ്പോണ്ടിങ് ടു ദ മീനിങ്. എങ്ങനെ കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുന്നതാണ് പേഴ്സണലൈസിങ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് പേഴ്സണലൈസിങ്? സിംപ്ലി ഒറ്റ വാക്കിൽ വിശദീകരിക്കുകയാണെങ്കിൽ, ഒരു ക്ലയന്റും ഞാൻ ഈ പ്രശ്നത്തിൽ ഇൻവോൾവ് ആണ് എന്ന് അദ്ദേഹം സമ്മതിക്കില്ല. എൻ്റെ ഭാര്യയാണ് പ്രശ്നക്കാരി, എൻ്റെ ഭർത്താവാണ് പ്രശ്നക്കാരൻ. ഇനി കുട്ടികളെ കൗൺസിലിങ്ങിന് കൊണ്ടുവരികയാണെങ്കിൽ പഠന വൈകല്യവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയും, ഉമ്മയും ഉപ്പയും 24 hours അടിയാണ് സാറ് വീട്ടില്, വർത്തമാനമാണ് സാറ് വീട്ടില്, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല സാറ്, അല്ലെങ്കിൽ സ്കൂള് ശരിയല്ല, സ്കൂളിലെ ടീച്ചർ ശരിയല്ല, കാലാവസ്ഥ ശരിയല്ല, എപ്പോൾ നോക്കിയാലും എനിക്ക് അസുഖമാണ് സാറ്. ഇങ്ങനെ തുടങ്ങി ഞാനല്ല ഈ പ്രശ്നത്തിന്റെ കാരണം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും ക്ലയൻസും ശ്രമിക്കുക. ഇവിടെയാണ് ഒരു കൗൺസിലർ ശ്രദ്ധിക്കേണ്ടത്. ആ കൗൺസിലിയുടെ കാരണം കൊണ്ട് കൂടിയാണ് ഈ പ്രശ്നമുള്ളത് എന്ന് അദ്ദേഹത്തെ കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിക്കുക. പേഴ്സണലൈസിങ് ദ പ്രോബ്ലമും കസ്റ്റമർ പ്രിഫറൻസും ഇമ്മീഡിയസിയും കോൺഫ്രണ്ടേഷനും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അങ്ങനെ കഴിഞ്ഞ് ഈ മൂന്നാമത്തെ സ്റ്റേജ് സക്സസ് ആകണം. അപ്പോഴാണ് 4ാമത്തെ സ്റ്റേജ് ഭംഗിയാക്കാൻ കൗൺസിലർക്ക് സാധ്യമാവുകയുള്ളൂ. അങ്ങനെ 4ാമത്തെ സ്റ്റേജിൽ എത്തിക്കുമ്പോൾ ഇനീഷ്യേറ്റിംഗ്, അദ്ദേഹം ഇൻവോൾവ് ആയിട്ടുണ്ട് ഈ പ്രശ്നത്തിൽ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് മറികടക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അത് നമ്മൾ ഗോൾ സെറ്റിംഗ് അല്ലെങ്കിൽ ഇനീഷ്യേറ്റിംഗ് എന്ന് പറയുന്നു. ഈ ഇനീഷ്യേറ്റിംഗ് സാധ്യമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശരിയായി. അപ്പോൾ കൗൺസിലിയെ 3 പ്രത്യേകമായ സ്റ്റെപ്പുകളിലൂടെ അദ്ദേഹത്തിന്റെ പ്രശ്നത്തെ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും, പ്രശ്നം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ഈ പ്രശ്നത്തെ മറികടക്കുവാനുള്ള സ്ട്രാറ്റജി എന്താണ്, വഴികൾ എന്താണ് എന്ന് നെർവസ് ആയത് കാരണം അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഈ സമയത്ത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു കൗൺസിലർ പ്രധാനമായും അവരോട് ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രശ്നത്തെ മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ സ്റ്റേജിനെ നമ്മൾ ടെർമിനൽ ഓർ റെഫറൽ എന്നും പറയും. റെഫറൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ കൗൺസിലിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ മനസ്സിലാകും ഇതൊരു സൈക്യാട്രിക് പേഷ്യൻ്റ് ആണ്, അപ്പൊ നമ്മൾ റെഫർ ചെയ്യേണ്ടതായിട്ട് വരും.
പിന്നെ റിലക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. കൂടുതൽ വിശദീകരിക്കാൻ നമുക്കിപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇസ്ലാമിക് സൈക്കോളജിയാണ് പ്രധാന ഭാഗം എന്നുള്ളത് കൊണ്ട്. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട 5 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ ഇസ്ലാമിക് സൈക്കോളജിയിലേക്ക് കടക്കാം. ഇനി പ്രിയമുള്ളവർ, നമ്മൾ ഇസ്ലാമിക് സൈക്കോളജിയിലേക്ക് കടക്കുമ്പോൾ ദിശയുടെ സിലബസിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. തിയറീസ് ഒരുപാട് സൈക്കോളജിയിൽ പലരും പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് മോഡേൺ സൈക്കോളജി പഠിപ്പിക്കുന്ന സമയത്ത് ഫ്രോയിഡിന്റെ, എറിക്സന്റെ, കാൾ ലൂയിൻസിന്റെ തുടങ്ങിയിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള മോഡേൺ സൈക്കോളജി മേഖലയിൽ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ സൈക്കോളജി പിന്നെ ഡെവലപ്മെന്റൽ സ്റ്റേജസ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒക്കെയും നമ്മുടെ മുന്നിൽ ഒരു ക്ലയന്റ് വന്നാൽ ഏതെല്ലാം തരത്തിലുള്ള മെന്റൽ വെൽബീയിങ്ങിന് സാധ്യമാകുന്ന പിന്നെ കാര്യങ്ങളാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, അത് മാത്രമാണ് ഇസ്ലാമിക് സൈക്കോളജിയിലാകട്ടെ മോഡേൺ സൈക്കോളജി പഠിപ്പിക്കുന്നതിലാകട്ടെ ദിശയുടെ സിലബസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പല പിന്നെ പ്രശസ്തരായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുടെ അവർ ജനിച്ച വർഷം, മരിച്ച വർഷം, അവർ ജീവിച്ച പിന്നെ പ്രദേശം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഒരു കൗൺസിലിങ്ങിനെ സക്സസ് ആക്കി എടുക്കുന്നതിനുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ അല്ല. അതുകൊണ്ട് തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഡീറ്റെയിൽസുകൾക്ക് വേണ്ടിയിട്ട് അത് പഠിപ്പിക്കുക എന്നതല്ലാതെ അത്തരം തിയററ്റിക്കൽ ഭാഗങ്ങൾ നമ്മൾ ടച്ച് ചെയ്യാറില്ല. പ്രാക്ടിക്കലായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട കാര്യങ്ങളെയാണ് തിയറി ആയിട്ട് ദിശയിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് സൈക്കോളജിയുമായി ബന്ധപ്പെട്ടും അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇസ്ലാമിക് സൈക്കോളജി ഈസ് ബേസ്ഡ് ഓൺ ഖുർആൻ ആൻഡ് ഹദീസ്. പക്ക ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിശദീകരിക്കുന്നു എന്നതാണ് ഇസ്ലാമിക് സൈക്കോളജി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾക്ക് ഒട്ടുമിക്ക പേർക്കും അറിയുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ നമ്മൾ ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരിൽ പലരും ഇസ്ലാമിക് സൈക്കോളജി കഴിഞ്ഞവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇസ്ലാമിക് സൈക്കോളജിയുടെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളവർ ഉണ്ടായിരിക്കും. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഖുർആനും ഹദീസാണ്. ഇസ്ലാം എല്ലാത്തിനും പരിഹാരമാണെന്ന് നമുക്കറിയാം അല്ലെ. അതുകൊണ്ടാണ് ഇസ്ലാമിക് ബാങ്കിങ് സംവിധാനം ഉള്ളത്, ഇസ്ലാമിൻ്റെതായ രീതിയിൽ ആവിർഭവിച്ചിട്ടുള്ള കുടുംബ സംവിധാനം ഉള്ളത്, ഇസ്ലാമിൻ്റെതായിട്ടുള്ള കുടുംബ സ്വത്ത് ഭാഗം വെക്കുക എന്നുള്ളത്, വിവാഹ സങ്കല്പമുള്ളത്. എല്ലാത്തിനും ഇസ്ലാമിന് ബദലുണ്ട്. ആക്ച്വലി ഇസ്ലാമിന്റെ ബദലല്ല, ഇസ്ലാമാണ് ശരി എന്ന രീതിയിൽ പല ഘടകങ്ങളുമുണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്ലാമിക് ബാങ്കിങ് പ്രത്യേകമായി എടുത്ത് പരിശീലിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇസ്ലാമിക് ബാങ്കിങ് പോലെ, ഇസ്ലാമിക് കുടുംബ വ്യവസ്ഥ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജി പഠനം എന്ന് പറയുന്നത്. ഇതിന്റെ ഉറവിടങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് ഹദീസാണ്, പിന്നെ ഇസ്ലാമിക പണ്ഡിതരുടെ പഠനങ്ങളുമാണ്. ഇസ്ലാമിക പണ്ഡിതരിൽ വളരെ പ്രധാനപ്പെട്ട 2 പണ്ഡിതന്മാരുടെ പേരുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ 3 മാസത്തെ കോഴ്സിൽ പഠിപ്പിച്ചു പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് അതിന് സമയമില്ലാത്തത് കൊണ്ട് ഇമാം ഗസാലിയെയും ഇബ്നു സീനയെയും മാത്രമാണ് ഇപ്പൊ തൽക്കാലം ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഖുർആൻ എന്തുകൊണ്ടാണ് ബേസ് ആകുന്നത് എന്നും ഹദീസ് എന്തുകൊണ്ടാണ് ബേസ് ആകുന്നത് എന്നും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് കൂടുതൽ സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട മറ്റു പല കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണ് അല്ലെ. മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കവും കാര്യങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നഫ്സ് അല്ലെ. അപ്പൊ നഫ്സ് എന്നാൽ എന്താന്ന് ചോദിച്ചാൽ ഇവിടെ ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നഫ്സ് എന്നാൽ ആത്മാവാണ്, മനസ്സ്, വ്യക്തിത്വം, ഇതൊക്കെയാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെയാണ് എന്തുള്ളത്? ഇവിടെയാണ് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഉള്ളത്, ഇവിടെയാണ് മനുഷ്യന്റെ വികാരങ്ങൾ ഉള്ളത്, ഇവിടെയാണ് മനുഷ്യന്റെ ചിന്തകൾ ഉള്ളത്. ഇതിന്റെ ഒക്കെ ഒരു സമ്മിശ്രമായ ഭാവം. എപ്പോഴാണ് ഒരാൾക്ക് കൗൺസിലിംഗ് വേണ്ടതായിട്ട് വരുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ സൃഷ്ടിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാനുള്ള ഒരു മനസ്സുകൂടി ആ മനുഷ്യന് കൊടുത്തിട്ടാണ് ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. പക്ഷെ എന്തൊക്കെയോ വ്യത്യസ്ത കാരണങ്ങളാൽ നെർവസ് ആയി പോകുന്ന സമയത്ത് ആ പ്രശ്ന പരിഹാരം സ്വയം കണ്ടെത്തുവാൻ വേണ്ടി കഴിയാതെ വരുമ്പോഴാണ് ഒരു വ്യക്തി കൗൺസിലറുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പൊ ഇവിടെ നഫ്സ് വളരെ പ്രധാനമാണ്. നഫ്സിന്റെ സ്വഭാവം എന്താണ്? നഫ്സിന് നല്ലതും ചീത്തയുമായിട്ടുള്ള 2 വാശികളുണ്ട്. എന്താ വാശികൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. ചിലപ്പോൾ ചില മനസ്സ്
കടുംപിടുത്തക്കാരായിരിക്കും. ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, ഞാൻ പ്രവർത്തിക്കുന്നതാണ് ശരി. ഇങ്ങനെ ഞാൻ ഐ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ഒതുങ്ങിക്കൂടുന്ന പലരും ഉണ്ടായിരിക്കും. അപ്പൊ നഫ്സിന്റെ സ്വഭാവം എന്നാണ്. അപ്പൊ അതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ഞാൻ എന്ന മനോഭാവം വരുമ്പോൾ അവർ തെറ്റിലേക്ക് നയിക്കപ്പെടും. ഇതിനാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കൗൺസിലിങ്ങിന്റെ 5 സ്റ്റെപ്പുകൾ കൂടി പഠിപ്പിച്ചു വെച്ചത്. അവിടെ പേഴ്സണലൈസിങ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ പഠിച്ചു. ക്ലയന്റ് ഞാൻ ഈ പ്രശ്നത്തിൽ ഇൻവോൾവ് ആയിട്ടേ ഇല്ല, അവളാണ് പ്രശ്നം, അവനാണ് പ്രശ്നം, അല്ലെ? പരസ്പരം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ചൂണ്ടുന്നു. വേറൊരു ഉദാഹരണം കൂടി ഞാൻ സൂചിപ്പിച്ചു. കുട്ടികൾ പഠന വൈകല്യവുമായിട്ട് വരുമ്പോൾ കുട്ടികൾ പറയും ഞാനല്ല, എൻ്റെ ഉപ്പയും ഉമ്മയും ഭയങ്കര പ്രശ്നക്കാരാണ് വീട്ടിൽ, അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ ഒരു സുഖവും ഇല്ല, സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞിട്ട് ബ്ലെയിം ചെയ്യുക. ഇതാണ് നഫ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഇനി ഇതിനെ എങ്ങനെ ശുദ്ധീകരിക്കാം എന്ന് നോക്കിയാൽ അവിടെ നമുക്ക് ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് പ്രാർത്ഥനയാണ്, മറ്റൊന്ന് ഖുർആൻ പാരായണമാണ്, വേറെ ഒന്ന് പിന്നെ ധ്യാനം, മെഡിറ്റേഷൻ ആണ്, മറ്റൊരു കാര്യം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രേരിതമാകുന്ന ഒരു മനസ്സ്. അപ്പൊ നഫ്സിന്റെ 3 പ്രത്യേകമായ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചുകൊണ്ട് പിന്നെ നേരെ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് 3 കാര്യങ്ങൾ. ഒന്ന് ശരീരം, പിന്നെ ആത്മാവ്, വീണ്ടും നഫ്സിനെ പറയുകയാണ്, പിന്നെ ആന്തരിക ശക്തി. അപ്പൊ ഈ ശരീരത്തിന്റെയും റൂഹിന്റെയും ഇടയിൽ വീണ്ടും നഫ്സ് വരുന്നു. അവിടെ നമ്മൾ നഫ്സിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടായ വികാരങ്ങളും ചിന്തകളും വ്യക്തിത്വങ്ങളും ഒക്കെ വീണ്ടും ഇവിടെ പറയുന്നു. ചില ആളുകൾ വിചാരിക്കുന്നു ശരീരമാണ്, അല്ലെ? ശരീരത്തിന് കുറെ നീഡുണ്ട്, അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാമായി. അത് ഫുൾഫിൽ ചെയ്യുക. ഭക്ഷണം വേണം, വസ്ത്രം വേണം, അസുഖം വന്നാൽ ചികിത്സിക്കണം, അല്ലെ? പിന്നെ ശരീരത്തിന്റെ കുറെ നീഡ്, ഭാര്യ ഭർത്തൃബന്ധം, അല്ലെ? പിന്നെ ജനറേഷൻസ് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ, ഇതൊക്കെ മാത്രമേ ശരീരം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതിലെ നഫ്സിനെ അവര് പരിഗണിക്കില്ല, അതിലെ റൂഹിനെയും അവര് പരിഗണിക്കില്ല. ഇങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നഫ്സുൽ അമ്മാറ, നഫ്സുൽ ലവ്വാമ, നഫ്സുൽ മുത്മഇന്ന. ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു ക്ലയന്റ് നഫ്സുൽ അമ്മാറയായിരിക്കും, തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മനസ്സ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു പേഴ്സണലൈസിങ് എന്ന് പറയുന്ന ഭാഗം. എന്തായിരുന്നു പേഴ്സണലൈസിങ്? അത് മനസ്സിലോർത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. അറ്റൻഡിങ് എന്ന് പറയുന്നത് പറഞ്ഞാൽ മുഴുവൻ നമ്മൾ കേൾക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കി. റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞതിനെ സംക്ഷിപ്തപ്പെടുത്തി അവരോട് അങ്ങോട്ട് തിരിച്ചു പറയുക, ഇതല്ലേ താങ്കൾ ഇത് ഇത്രയും സമയം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച വിഷയമെന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. മൂന്നാമത്തേത്, നിങ്ങൾ ഈ പ്രശ്നത്തിൽ ഇൻവോൾവ് ആണെന്ന് അവരെ കൊണ്ട് കൺവീൻസ് ചെയ്യിപ്പിച്ചു. 4ാമത്തെ സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ ഗോൾ സെറ്റ് ചെയ്യുന്നു. അപ്പൊ 3ാമത്തെ സ്റ്റേജിൽ കൗൺസിലർക്ക് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിലോ 4ാമത്തെ സ്റ്റേജില് കൗൺസില് എന്ത് ചെയ്യില്ല, മീൻസ് ക്ലയന്റ് എന്ത് ചെയ്യില്ല, സ്വന്തമായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യില്ല. ബിക്കോസ് 3ാമത്തെ സ്റ്റേജ് സക്സസ് ആയിട്ടില്ല. അപ്പൊ നമ്മുടെ അടുത്തേക്ക് വരുന്നവര് നഫ്സുൽ അമ്മാറയായിരിക്കും, തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സുമായിട്ട് വരും. കൗൺസിലർ എന്താ ചെയ്യുന്നത്? ആ ക്ലയന്റിനെ നഫ്സുൽ ലവ്വാമയിലേക്ക് കൺവേർട്ട് ചെയ്യും. എങ്ങനെ നഫ്സുൽ ലവ്വാമയിലേക്ക് കൺവേർട്ട് ചെയ്യുക? അതിനാണ് കൗൺസിലിംഗ് സ്റ്റേജസ് എന്ന് പറയുന്നത്. തെറ്റ് ചെയ്യുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തുന്ന മനസ്സ് ഉണ്ടാക്കി തീർക്കും. അതിനെയാണ് നമ്മൾ മോഡേൺ സൈക്കോളജിയുടെ ഭാഷയിൽ എന്തെന്ന് പഠിച്ചത്? പേഴ്സണലൈസിങ് എന്ന് പഠിച്ചത്. അപ്പൊ നഫ്സുൽ അമ്മാറയിൽ നിന്ന് നഫ്സുൽ ലവ്വാമയിലേക്ക് ഈ മനുഷ്യന്റെ മനസ്സിനെ, ക്ലയന്റ് ആകുന്ന അല്ലെങ്കിൽ കൗൺസിലി ആകുന്ന മനുഷ്യന്റെ മനസ്സിനെ കൗൺസിലർ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ഭംഗിയായി എടുത്ത് സ്ഥാപിക്കുന്നു. ഇപ്പൊ നഫ്സുൽ അമ്മാറയിൽ നിന്ന് നഫ്സുൽ ലവ്വാമയിലേക്ക് ഒരു മനുഷ്യന്റെ മനസ്സിനെ കൊണ്ടുവന്ന് എത്തിച്ചാലോ നഫ്സുൽ മുത്മഇന്ന, അവിടെ എന്തായി? അയാൾ സമാധാനം കണ്ടെത്തിയ മനസ്സായിട്ട് മാറും. ഞാൻ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ അയച്ചു തരും. അപ്പൊ അതിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകൾ കൂടി അതിന്റെ മീനിങ്ങോട് കൂടിയിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. അപ്പോ ഒരു മനുഷ്യൻ കൗൺസിലിങ്ങിന് വരുമ്പോൾ ഉണ്ടാകുന്ന 3 ഘട്ടങ്ങളാണ്. നഫ്സുൽ അമ്മാറയായി വന്ന് കൗൺസിലറുടെ പ്രത്യേകമായിട്ടുള്ള കഴിവിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം ആർജിച്ചെടുത്തിട്ടുള്ള കൗൺസിലിംഗ് പ്രക്രിയകളിലൂടെ, സൈക്കോളജിയിലൂടെ നഫ്സുൽ ലവ്വാമയിലേക്ക് മാറ്റുന്നു, നഫ്സുൽ മുത്മഇന്നയിലേക്ക് മാറ്റുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും. ഒരു ദിവസം ഒരു ക്ലയന്റ് കൗൺസിലിങ്ങിന് വരികയാണ്. ഒരു ഭാര്യയും ഭർത്താവുമാണ്, ഒരു ഹിന്ദു ഫാമിലിയാണ്.
അവർ വരുന്നു. അപ്പൊ അവർക്ക് കുറെ കുടുംബ പ്രശ്നങ്ങളുണ്ട്. ഇയാള് പിന്നെ മർദ്ദിക്കുന്നുണ്ട്, ഭാര്യയെ സംശയിക്കുന്നുണ്ട്. ഭാര്യ ഒരു ഹോസ്പിറ്റലിൽ ക്ലീനിങ് ജോബ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം പിന്നെ കൺസ്ട്രക്ഷൻ മേഖലയിൽ പണിയെടുക്കുന്ന, പടവൊക്കെ ചെയ്യുന്ന, കൽപ്പണിയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ബ്രദേഴ്സും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയിട്ട് നിർബന്ധിച്ചുകൊണ്ടാണ് കൗൺസിലിംഗ് സെന്ററിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ ഇതിൽ വേറെയും കുറെ പറയാനുണ്ട്. നമുക്കിവിടെ കുറെ സമയത്തിന്റെ പരിമിതികൾ ഉള്ളത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. കൗൺസിലിംഗ് സെന്ററിലേക്ക് കടന്നു വരുന്ന ആളുകളെ കുറിച്ച് ഭയങ്കരമായ ആദ്യം ഉണ്ടാവും. ഡോക്ടറെ കണ്ടവർക്ക് വേഗം മനസ്സിലാവും. കഴുത്തിൽ സ്റ്റെതസ്കോപ്പ് ഒക്കെ ഇട്ട് മരുന്നെല്ലാം കുറിച്ച് തന്ന് അത് പിന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഈ മരുന്നൊക്കെ മേടിച്ച് കഴിക്കുക. പക്ഷെ ഇവിടെ എന്താ നടക്കുന്നതിനെ കുറിച്ച് അവർക്ക് ധാരണ ഉണ്ടാവില്ല. അപ്പൊ അവർ വന്നിട്ട് ആദ്യമേ എന്നോട് പറഞ്ഞൊരു വാക്ക് എന്താണെന്നറിയോ? സാറേ, കള്ളുകുടി നിർത്താൻ മാത്രം എൻ്റെ അടുത്ത് പറയരുത്. അപ്പോ കൗൺസിലർ എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വളരെ ഭംഗിയായി നോട്ട് ചെയ്യുന്നു, ഇദ്ദേഹം നല്ല മദ്യപാനിയാണ്. അപ്പൊ സംസാരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം ഏകദേശം ഒരു ദിവസം 400 രൂപയോളം, 400-450 രൂപയ്ക്ക് ഇദ്ദേഹം മദ്യം കഴിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം ഒരു 10-15,000 രൂപക്ക് മദ്യം കഴിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. മനസ്സിലായി? ഒരു ദിവസം കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു 40%ഓളം അല്ലെങ്കിൽ 30-40%ഓളം ഇദ്ദേഹം മദ്യത്തിനായിട്ട് ചെലവഴിക്കുകയാണ്. അപ്പോ നഫ്സുൽ അമ്മാറയാണത്, അല്ലെ? നഫ്സുൽ അമ്മാറ വന്നിട്ടുള്ളത് എന്തിനാണ്? ഭാര്യനെ സംശയമുണ്ട്, ഭാര്യനെ തല്ലുന്നുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ വന്നിട്ടുള്ളത് കൗൺസിലിങ്ങിന് വന്നിട്ടുള്ളത് കള്ളുകൂടി മാറ്റുന്നതിന് വേണ്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളെ മദ്യപാനം എനിക്ക് പ്രശ്നമല്ല. നിങ്ങൾ മദ്യം കഴിക്കുകയോ മരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മുടെ പ്രധാന, കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് മദ്യം എല്ലാ തിന്മയുടെയും മാതാവാണ്, അല്ലെ? എല്ലാ തിന്മയുടെയും മാതാവാണ്. ഒരു പിന്നെ പല ഉദാഹരണങ്ങളും അതിൽ ഉണ്ട്, അല്ലെ? പാലും മദ്യവും വെക്കുന്നു, ഒരു കുഞ്ഞിനെ പിന്നെ വധിക്കണം, ഒരു സ്ത്രീയെ വ്യഭിചാരം ചെയ്യണം. അപ്പോൾ സ്ത്രീയെ വ്യഭിചാരം ചെയ്യുക എന്നുള്ളത് ഇയാളെ മനസ്സ് സമ്മതിക്കുന്നില്ല, കുഞ്ഞിനെ വധിക്കുക എന്നുള്ളത് ഇയാൾ മനസ്സ് സമ്മതിക്കുന്നില്ല. ഈ രണ്ടും നോക്കുമ്പോൾ കുറച്ച് പിന്നെ എന്താ പറയാ, വലിയ പ്രശ്നമില്ലാത്തതായിട്ട് തോന്നുന്നത് മദ്യം കഴിക്കുക എന്നുള്ളത്. അപ്പൊ മദ്യം കഴിക്കുന്ന മനുഷ്യൻ കുഞ്ഞിനെ കൊല്ലുകയും സ്ത്രീയെ വ്യഭിചരിക്കുകയും ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് പിന്നെ കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ ഈ മനുഷ്യന്റെ അടുത്ത് നമ്മൾ ഈ വ്യക്തിയുടെ ജീവിതത്തെ ഞാൻ ഇങ്ങനെ അഡ്രസ്സ് ചെയ്തു. അയാളെ പേഴ്സണലൈസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, നിങ്ങൾക്ക് നല്ലൊരു അടച്ചുറപ്പുള്ള ഒരു വീടില്ല തുടങ്ങിയിട്ടുള്ള ചിന്തകളിലേക്ക് അയാളെ കൊണ്ടുവരുമ്പോൾ മദ്യപാനത്തിന്റെ അളവ് കുറക്കുവാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ടും അവരുടെ മതത്തില് മദ്യപാനം ഒരു ഹറാമായ കാര്യം അല്ലാത്തത് കൊണ്ട് അവരതിൽ നിന്ന് പൂർണ്ണമായി പിന്തിരിപ്പിക്കുവാൻ വേണ്ടി കഴിയില്ല. പക്ഷെ മദ്യപാനത്തിന്റെ അളവ് ഒരുപാട് കുറച്ചു കൊണ്ടുവരുവാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ആത്മാവിന്റെ, നഫ്സിന്റെ വിവിധ തലങ്ങൾ മനസ്സിലാക്കുമ്പോൾ നഫ്സുൽ അമ്മാറയുമായി വരുന്ന ഒരു മനുഷ്യന്റെ മനസ്സിനെ നഫ്സുൽ ലവ്വാമയിലേക്കും ലവ്വാമയിൽ നിന്ന് മുത്മയിന്നയിലേക്കും കൊണ്ടുവരാൻ ഒരു കൗൺസിലർക്ക് സാധ്യമാകുന്നു എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യമായി മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞാൽ അപ്പൊ മനസ്സ് എന്തായി? അവസാനത്തെ പോയിന്റ് ആയിട്ടുള്ള സമാധാനം കണ്ടെത്തിയ മനസ്സായി കഴിഞ്ഞാൽ പിന്നെ കൗൺസിലർ ശ്രദ്ധിക്കുന്നത് എന്താണ്? ഈ മനുഷ്യന്റെ വിവേകവുമായി ബന്ധപ്പെട്ട കാര്യം, നല്ലതും ചീത്തയും തിരിച്ചറിയുവാനുള്ള കഴിവ്, ചിന്തകളെ ഏറ്റവും നല്ല പോസിറ്റീവ് ആക്കിക്കൊണ്ട് മാറ്റുവാനുള്ള കഴിവ്, തീരുമാനമെടുക്കാനുള്ള കഴിവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീരുമാനമെടുക്കാനുള്ള കഴിവ്. ഞാൻ മറ്റൊരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ് കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി തൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ. അപ്പോൾ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ മേലെയാണ് താമസം, വാടക വീട്ടിലാണ് താമസം. മേലെ നിന്ന് തീ വരുന്നത് കൊണ്ട് ഓടിപ്പോയപ്പോൾ തന്റെ അമ്മ ആത്മഹത്യ ചെയ്യുകയാണ്. അതിനുശേഷം ഈ പെൺകുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, വസ്ത്രം മാറുന്നില്ല, കുളിക്കുന്നില്ല, കോളേജിൽ പോകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ അമ്മ മരിച്ച് ഒരു 5-6 ദിവസങ്ങൾക്ക് ശേഷം കൗൺസിലിങ്ങിന് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ആ സമയത്ത് ഇവരെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് അമ്മ എങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പൊ അവർ വിശദീകരിച്ചു. ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ സ്കൂൾ വിട്ട് കോളേജ് വിട്ട് വരികയായിരുന്നു, അപ്പൊ തീ കണ്ടു, അങ്ങനെ വിശദീകരിച്ചു.
അങ്ങനെ കൗൺസിലിങ്ങിന്റെ പ്രധാനപ്പെട്ട സ്റ്റേജുകളിലൂടെയൊക്കെ പോയി കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് 3 days കഴിഞ്ഞിട്ട് അവർക്ക് വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ഡേറ്റ് കൊടുത്തു. അവർ വീണ്ടും വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറിന് അന്ന് പറഞ്ഞതിൽ കുറച്ച് അവ്യക്തതകളുണ്ട്, ഒന്നുകൂടി വ്യക്തമാക്കി പറയാമോ? അപ്പൊ ആ കുട്ടി ഒന്നുകൂടി കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വ്യക്തമാക്കിയിട്ട് പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് ഡേയിലും ബാക്കിയുള്ള സ്റ്റെപ്സുകളും സ്റ്റേജസുകളും ഒക്കെ പൂർത്തീകരിച്ചുകൊണ്ട് അവരെ പറഞ്ഞയച്ചു. 3-ാമത്തെ ദിവസം വന്നപ്പോൾ ഞാൻ വീണ്ടും ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കണം, മോളെ ഒന്നുകൂടി ഒന്ന് വിശദാകുക. അപ്പൊ ഈ കുട്ടി വിശദീകരിച്ച് പറയാമോ? സാറിന് അങ്ങനെ അങ്ങ് മനസ്സിലായിട്ടില്ല. ആ സമയത്ത് ഈ കുട്ടി പ്രതികരിക്കുകയാണ്, സാറേ ഇതിങ്ങനെ പറഞ്ഞിരുന്നാൽ എൻ്റെ അമ്മ തിരിച്ചു വരില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? യെസ്, ദാറ്റ് ഈസ് ദ ആൻസർ. അവിടെയാണ് ആൻസർ ആകുന്നത്. അവിടത്തേക്ക് ഞാൻ കൊണ്ടുചെന്ന് എത്തിക്കുകയായിരുന്നു ഈ കുട്ടി വിശദീകരിച്ച് പറയിപ്പിക്കുന്നതിലൂടെ. ഇതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങളെ അലട്ടുന്ന പ്രശ്നത്തെക്കുറിച്ച് നിരന്തരമായി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം കിട്ടും. അപ്പം മറ്റുള്ളവരുമായിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചാപ്ലിന്റെ കഥയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ചാർലി ചാപ്ലിൻ ഒരു സദസ്സിലെ ഒരു തമാശ പറയുകയാണ്. ഒരു സദസ്സ് ഇങ്ങനെ ഇരിക്കുകയാണ്, അദ്ദേഹം മൈക്കിന് മുന്നിൽ നിന്ന് തമാശ പറയുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലരും. അപ്പൊ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. രണ്ടാമത് വീണ്ടും ഇതേ തമാശ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ ആളുകൾ ഇതെന്താ ചാപ്ലിൻ ഇങ്ങനെ പറയുന്നത്? രണ്ടാമത് ചാപ്ലിൻ റിപ്പീറ്റ് ചെയ്തപ്പോ ആരും ചിരിച്ചൊന്നുമില്ല. 3-ാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോ ആളുകൾ ഇറിറ്റേറ്റഡ് ആയി. ഇതെന്താണ് ഇത് ഒരേ തമാശ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്? അപ്പൊ ചാപ്ലിൻ തിരിച്ചു ചോദിക്കുകയാണ്, ഒരു തമാശ നിങ്ങൾക്ക് ചിരിക്കുവാനുള്ള സന്തോഷമുള്ള ഒരു തമാശ 2-ാമത്തെ പ്രാവശ്യം പോലും കേൾക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല. 3-ാമത്തെ പ്രാവശ്യം കേൾക്കുമ്പോഴേക്ക് നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നുവെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന, അലോസരപ്പെടുത്തുന്ന ഈ ചിന്തകൾ കൊണ്ട് നിങ്ങൾ എന്തിനാണ് നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം, പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ കാര്യം തന്നെയാണ്, തീരുമാനമെടുക്കുവാനുള്ള കഴിവ്. ഞാൻ നേരത്തെ പറഞ്ഞ കൗൺസിലിംഗ് എക്സ്പീരിയൻസിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ കുട്ടി അവിടെ നിന്നൊരു തീരുമാനം എടുക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എന്താണ്, ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ടോ, ഞാൻ പിന്നെ കോളേജിൽ പോകാതിരിക്കുന്നത് കൊണ്ടോ, ഞാൻ കുളിക്കാതിരിക്കുന്നത് കൊണ്ടോ ഇതിനൊരു പരിഹാരമല്ല, എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ഈ ചിന്തയാണ് യഥാർത്ഥത്തിൽ ദീന് പിന്നെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കുകയാണ്. ഫിത്ര അല്ലെ എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായിട്ടുള്ള മനുഷ്യന് ഒരു പ്രകൃതി ഉണ്ട് അല്ലെ? അവന്റെ നടത്തം, അവന്റെ സംസാര രീതി, ഇതിലൊക്കെ അവന് പ്രത്യേകമായിട്ടുള്ള ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ രീതിയുണ്ട്. അപ്പൊ ഫിത്ര എന്ന് പറഞ്ഞാൽ അതാണ് മനുഷ്യന് ജന്മനാൽ കിട്ടുന്ന. ഇനി ഇതിന്റെ പ്രാധാന്യം എന്താണ്? ഇത് നിലനിർത്തുന്നതിലൂടെയാണ് മനുഷ്യന് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക? സന്മാർഗത്തിലേക്ക്. അപ്പൊ മനുഷ്യന്റെ ജന്മസിദ്ധമായ മനുഷ്യ പ്രകൃതം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൻ ശുദ്ധമായ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതിന്റെ ഖുർആനിക് കോട്ടിങ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇത് പിന്നെ സ്റ്റഡി മെറ്റീരിയൽ അയച്ചു തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരും. 2 ദിവസത്തെ, ഇന്നലത്തേതും ഇന്നത്തെ പിന്നെ ഫസ്റ്റ് ഡേയിലത്തേതും സെക്കൻഡ് ഡേയിലത്തേതും കൂടി ഒരുമിച്ചാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരിക. അപ്പോ ഇനി ഈ ഫിത്രയിനെ എങ്ങനെ സംരക്ഷിക്കണം? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അല്ലെ? നഫ്സുൽ അമ്മാറയും നഫ്സുൽ മുത്മഇന്നയും ഒക്കെ നമ്മൾ പറയുന്നിടത്ത് നമ്മൾ സൂചിപ്പിച്ചു. നല്ല ചിന്തകൾ കൊണ്ട്, നല്ല പ്രവൃത്തികൾ കൊണ്ട്, നല്ല കൂട്ടുകെട്ടുകൾ കൊണ്ടൊക്കെയാണ് ഇതിനെന്ത് ചെയ്യുന്നത്? ഇതിനെ നിലനിർത്തുന്നത്. ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ നിലനിർത്തുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇനി അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ മനസ്സിന് എന്താകും? വലിയ തുറസ്സ് വരും. വലിയ രീതിയിലുള്ള ഒരു ഫീലിംഗ് അവന്റെ മനസ്സ് അനുഭവിക്കും. അവിടെയാണ് ആത്മീയ വികസനം അല്ലെ? അവിടെയാണ് ആളുകളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്ലാഷസോ മറ്റോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ അവരിലൊരു പ്രത്യേകമായ ഒരു സംവിധാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മിച്ചു കൊടുക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് തവക്കുലിലേക്ക് വരികയാണ്. തവക്കുലിൽ ആദ്യത്തേതും 2-ാമത്തേതും പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾക്കറിയാം. തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിപ്പോ ഞാൻ വിശദീകരിച്ച് തരേണ്ടതില്ല. എന്താണ് തവക്കുലിന്റെ പ്രാധാന്യം? അതും നിങ്ങൾക്കറിയാം അല്ലെ? ഇതെങ്ങനെ പരിശീലിക്കാം എന്നുള്ളതിനെ കുറിച്ച് പലർക്കും വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. അവിടെയാണ് ഇസ്ലാമിക് സൈക്കോളജി നമുക്ക് ഈ കാര്യം പഠിപ്പിച്ചു തരുന്നത്. എങ്ങനെ ടെക്സ്റ്റ് മെസ്സേജിൽ ടെക്സ്റ്റായിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇത് രണ്ടും ഞാൻ നേരെ തവക്കുൽ എന്നാൽ എന്ത്, തവക്കുലിന്റെ പ്രാധാന്യം എന്ത് എന്ന് വിശദീകരിച്ച് തരേണ്ടതില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതും ഞാൻ നിങ്ങളോട് വിശദീകരിച്ച് തരേണ്ടതില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും ഞാൻ ഈ ക്ലാസ്സിലൂടെ വിശദീകരിച്ച് തരേണ്ടതില്ല. പക്ഷെ അവസാനത്തെ പോയിന്റ്, ഇതിന്റെ ഫലത്തെക്കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കുക അല്ലെ? 950 വർഷങ്ങളോളം പ്രബോധനം ചെയ്ത പ്രവാചകന്മാരുള്ള ഒരു വിസ്തൃതമായ ഒരു ദീനിന്റെ
എന്താ പറയാ അനുയായികളാണ് നമ്മൾ. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല, ആ പണി എന്റേതാണ്, നിങ്ങളെ ഏൽപ്പിച്ച പണി നിങ്ങൾ എടുത്താൽ മതി. സോ ഇസ്ലാമിക് സൈക്കോളജിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് ഇതാണ്: നിങ്ങൾ ശ്രമിക്കുക. ശ്രമം പരാജയപ്പെട്ടാൽ നിങ്ങളുടെ മനസ്സിന് യാതൊരു തരത്തിലുള്ള അലട്ടലുകളും ഉണ്ടാവില്ല. കുട്ടികൾ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത്, പരീക്ഷാ സമയത്ത്, ഈ സമയത്ത് ഭയങ്കര തിരക്ക് പിടിച്ച സമയമല്ല കൗൺസിലിംഗ് സെന്ററുകൾ. എന്താണ്? പഠിച്ചിട്ട് ഓർമ്മയിലിരിക്കുന്നില്ല, ടെൻഷനാകുന്നു, ചിലർക്ക് ഛർദി, ചിലർക്ക് ലൂസ് മോഷൻ, ചിലർക്ക് ഉറക്കം വരിക, ചിലർക്ക് വിശപ്പ് കൂടുക, ചിലർക്ക് തീരെ വിശപ്പില്ല. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോ ഇവിടെ ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്: ഒരു കുട്ടി തോറ്റുപോയി, ആ കുട്ടിക്ക് ഒരിക്കലും തോന്നരുത് ഞാൻ പഠിക്കാത്തത് കൊണ്ടല്ല തോറ്റുപോയത്. ചിലപ്പോൾ പറയാറുണ്ടല്ലോ അല്ലെ, ഇപ്പോ പിന്നെ ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസുകൾ വന്നു, ഔട്ട് ഓഫ് സിലബസ് വന്നു എന്നൊക്കെ പറയാറുണ്ട്. ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു, ബിസിനസ്സിൽ പരാജയപ്പെട്ടു, ജോലി നമുക്ക് നഷ്ടപ്പെട്ടു. അവിടെ ഒക്കെ എന്റെ കാരണം കൊണ്ടല്ല ഇത് സംഭവിച്ചത് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പണികൾ എടുക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ എത്തുകയാണ്. എന്തൊക്കെയാണ് മനുഷ്യന്റെ വികാരങ്ങൾ അല്ലെ? പ്രധാനപ്പെട്ട 3 വികാരങ്ങളെ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ 3 വികാരങ്ങളും പ്രത്യേകമായിട്ട് വിശദീകരിക്കേണ്ടതില്ല. ഈ 3 വികാര, സന്തോഷവും സങ്കടവും ദേഷ്യവും വളരെ പ്രധാനപ്പെട്ട മനുഷ്യന്റെ 3 വികാരങ്ങളാണ്. ആ വികാരങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ദുഃഖങ്ങൾ, പിന്നെ അതിന്റെ നിയന്ത്രണം. നിയന്ത്രണം ഇതും പ്രത്യേകമായി വിശദീകരിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അവിടെ കിടക്കുന്നത്. അതിനെ നിയന്ത്രിക്കണം, വിവേകത്തോടു കൂടി നിയന്ത്രിക്കണം, ചിന്തിച്ചുകൊണ്ട് നിയന്ത്രിക്കണം. നമ്മുടെ ഈ 3 സ്റ്റെപ്പുകൾ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് ഇസ്ലാമിക് സൈക്കോളജി വിശദീകരിച്ച് തരുന്നത് ആഗ്രഹിക്കുക എന്നതാണ്. ഒരു മനുഷ്യനെ ആഗ്രഹിക്കണം. എന്താണ് ആഗ്രഹിക്കേണ്ടത്? ഒരു മനുഷ്യൻ ആഗ്രഹം മാത്രമേ ഒരു മനുഷ്യന് അവന്റെ സക്സസ്ഫുൾനെസ്സിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ബിസിനസ് അവൻ ആഗ്രഹിച്ചത് കൊണ്ട് തുടങ്ങിയതാണ്. അതിനെ വളർത്തി വലുതാക്കുക അവന്റെ ആഗ്രഹത്തെ അവൻ പ്ലാനാക്കിക്കൊണ്ട് നടപ്പിലാക്കിയതാണ്. ഒരു കുട്ടി എക്സാമിന് വിജയിക്കുന്നത് അവൻ ആഗ്രഹിച്ചതാണ്. ആ പരീക്ഷയിൽ വിജയിക്കണം. ആഗ്രഹിച്ചപ്പോൾ അവൻ പണിയെടുത്തു അല്ലെ? വീട്ടിൽ നടക്കുന്ന കല്യാണങ്ങൾ, മകളുടെ കല്യാണം നടക്കണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിച്ചു, അതിനുവേണ്ടി പണിയെടുത്തു, അപ്പൊ വിജയിച്ചു. തീരെ നമസ്കരിക്കാത്ത ഒരു മനുഷ്യൻ, അയാളുടെ മനസ്സിലേക്ക് ആഗ്രഹം കൊണ്ടുവരണം. ദീനുമായിട്ടൊരു ബന്ധമില്ലാത്ത മനുഷ്യന്റെ മനസ്സിലേക്ക് ആഗ്രഹം കൊണ്ടുവരണം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭയങ്കരമായ ക്ലാഷസ് ഉണ്ടാകുന്നു, ഇതൊന്ന് അവസാനിക്കണമെന്ന് ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിലേക്ക് അള്ളാഹു ചിന്തകൾ ഇട്ടുകൊടുക്കും എന്നാണ് ആ സൂചിപ്പിച്ചതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നത് സ്വബറിലേക്കാണ്. എന്താണ് സ്വബർ? ക്ഷമ അല്ലെ? സ്വബറിന്റെ പ്രാധാന്യം എന്താണ്? സ്വബറിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ മനസ്സമാധാനം നിലനിർത്തുക, മറ്റുള്ളവർ ഗ്രാറ്റിറ്റ്യൂഡ് വളർത്തുക എന്നതാണ്. ഞാൻ അതിലൊരു ചെറിയൊരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒരിക്കലും ഒരു ഹസ്ബൻഡ് വൈഫ് പിന്നെ കൗൺസിലിങ്ങിന് വരികയാണ്. എൻ്റെ പൊന്നാനിയിൽ നിന്ന് ഏകദേശം ഒരു 30 to 40 കിലോമീറ്റേഴ്സ് ദൂരത്ത് നിന്നാണ് ഇവർ വരുന്നത്. ഹസ്ബൻഡ് ഗൾഫിലാണ്, വൈഫ് നാട്ടിലാണ്. ഇവര് സ്വാഭാവികമായിട്ടും ഹസ്ബൻഡ് വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. വാടക വീട്ടിലാണ് ഈ സ്ത്രീ താമസിക്കുന്നത്. അപ്പൊ ഇവര് വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോവുകയും അത് പിന്നെ വീട്ടുകാരും നാട്ടുകാരും ഹസ്ബൻഡും ഒക്കെ അറിയുന്ന ഒരു വിഷയം. അതിന്റെ മറ്റു തലങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ ഇവര് കൗൺസിലിങ്ങിന് വരികയാണ്. കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരു പുരുഷനായാലും ശരി സ്ത്രീ ആയാലും ശരി ഇങ്ങനെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയില്ല. ഈ സമയത്ത് പിന്നെ സ്വാഭാവികമായിട്ട് ഒരു കൗൺസിലർ ഇസ്ലാമിക് സൈക്കോളജി മനസ്സിലാക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് പറയുന്നതും ഇതൊക്കെ കൊണ്ടുകൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ കുറച്ച് ഖുർആനായത്തുകളും മറ്റു കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഭാര്യയോട് ക്ഷമിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് സ്വർഗത്തിൽ അല്ലാഹു ഒരു പ്രത്യേകമായ ഇടം തരും. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി. അവള് തെറ്റ് ചെയ്തു എന്ന് ആത്മാർത്ഥമായി ഖേദിക്കുകയും അതിൽ തൗബ ചെയ്ത് അങ്ങേയറ്റത്തെ തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറാവുകയും ചെയ്ത ഒരാളാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു. ഒരു പ്രത്യേക നിമിഷത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്നുപോയി. അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ മറ്റു തലങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. കാരണം ഇത് വേറൊരു വിശദമായ ചർച്ചയാണ്. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നതിൽ, അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ പണ്ഡിതന്മാരടക്കമുള്ളവരുണ്ട് എന്നെനിക്കറിയാം. അത് വേറൊരു ചർച്ചയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഭാഗം അല്ലെ, മറ്റുള്ളവർക്ക് ക്ഷമിച്ചു കൊടുക്കുക. ഇവിടെ മറ്റുള്ളവർക്ക് ക്ഷമിക്കുമ്പോൾ
പടച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മനസ്സുകൾക്ക് പ്രദാനം ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? ഹൃദയത്തിന്റെ വിശാലതയും. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലൂ, നിങ്ങൾക്ക് 10 നന്മകൾ എഴുതി വെക്കും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമസ്കാരം സമയത്ത് കൂടുതൽ സമയം ചെലവഴിക്കൂ. കാരണം ആ നമസ്കാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുലാഖാത്തിന്റെ നേർക്കുനേരെ തന്നിട്ടുള്ള സമയമാണ്. ആ സമയത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നമുക്ക് മുഖ്യമന്ത്രിയുമായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടി, 5 മിനിറ്റാണ് സമയം കിട്ടിയത്. പക്ഷെ 2 മിനിറ്റ് കൊണ്ട് നമ്മൾ അവതരിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അദ്ദേഹം അത് ഓക്കെ പറഞ്ഞു. ബാക്കി 3 മിനിറ്റ് കൂടി ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോരുവോ? ഇല്ല അല്ലെ? മന്ത്രിമാരുമായിട്ട് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മനുഷ്യന്മാരുമായിട്ട് അല്ലെ? അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കുവാൻ വേണ്ടി ശ്രമിക്കും. ഇവിടെ ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ വളരെ ഇതാണ്. ഇനി ഇതെങ്ങനെയാണ് പരിശീലിക്കുക എന്നുള്ളതാണ്. അതിന് പോസിറ്റീവ് ചിന്തകൾ വളർത്തുക. വഴിയിലൂടെ പോകുന്ന സമയത്ത് ട്രാഫിക് റൂൾ വയലേറ്റ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് അയാൾക്ക് ക്ഷമിച്ചു കൊടുക്കാൻ നമുക്ക് തയ്യാറാവുക. അത് വളരെ ഒരു ചെറിയൊരു നമുക്ക് പെട്ടെന്ന് സംഭവിക്കുന്നതും പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നതുമായ ഒരു ഉദാഹരണം ട്രാഫിക് റൂളിന്റെ വയലേഷൻ ഞാൻ പ്രത്യേകമായിട്ടുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ പ്രാർത്ഥനകൾ കൊണ്ട് നടക്കണം, ഖുർആൻ പാരായണം കൊണ്ട് നടക്കണം, ദാനധർമ്മങ്ങൾ കൊണ്ട് നടക്കണം. കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നില്ല. ഇതിന്റെ ഇസ്ലാമിക വീക്ഷണത്തിൽ മാനസികാരോഗ്യമത്തെയാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി ഇവിടെ എത്തി നിൽക്കുമ്പോൾ എന്താണ് മാനസികാരോഗ്യം എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചത്. എന്താണ് മാനസികവും ആത്മീയവുമായ ഒരു സന്തുലിതാവസ്ഥയാണ് മാനസികാരോഗ്യം. ഇത് എന്താണ്? ഇതൊരു വ്യക്തിയുടെ ചിന്തകളെയും വികാരങ്ങളെയും സ്വഭാവത്തെയും സ്വാധീനിക്കുന്ന സംഭവമാണ്. ചിന്തകൾ, വികാരങ്ങൾ, അതുപോലെ തന്നെ സ്വഭാവം, ഇതിന് മൂന്നിനെയും സ്വാധീനിക്കുന്നതാണ്. പോസിറ്റീവായിട്ടാണ് ഇത് സ്വാധീനിക്കുന്നതെങ്കിൽ അവന് വളരുവാൻ ചിന്തകളെ പോസിറ്റീവായി സ്വാധീനിക്കുന്നു, വികാരങ്ങളെ പോസിറ്റീവായി സ്വാധീനിക്കുന്നു, സ്വഭാവത്തെ പോസിറ്റീവായി സ്വാധീനിക്കുന്നു, ആളുകളിൽ സ്വീകാര്യനായി മാറും. ഇല്ലെങ്കിലോ ആളുകൾ അകറ്റി നിർത്തുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നവരിലായിരിക്കും പെടുക. ഇപ്പൊ മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വളർത്തിയെടുക്കേണ്ടത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെയും ഖുർആൻ പാരായണത്തിലൂടെയും മെഡിറ്റേഷനിലൂടെയും നല്ല കൂട്ടുകെട്ടുകളിലൂടെയും ഒക്കെയാണ്. ഓക്കെ, അവസാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോ ഇങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ നഫ്സുൽ ലവ്വാമ, നഫ്സുൽ അമാറ, നഫ്സുൽ മുത്മഇന്ന, ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ വരുന്ന ഒരു മനുഷ്യനിൽ ദിക്റുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കൗൺസിലർ പറഞ്ഞ് മനസ്സിലാക്കി ദിക്ർ ചെയ്യണം, ദിക്റിന്റെ പ്രാധാന്യം, ദിക്ർ എങ്ങനെ ചെയ്യണം അല്ലെ? ഖുർആൻ പാരായണം, പ്രാർത്ഥന ചൊല്ലുക, അള്ളാന്റെ നാമങ്ങൾ ഉരുവിടുക എന്നതിനെ നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി. തഹജ്ജുദിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ദുഹായെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഞാൻ മറ്റൊരു കൗൺസിലിംഗ് എക്സ്പീരിയൻസ് കൂടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഞാൻ കുറച്ച് പ്രായം ചെന്ന ഒരാളുടെ നമ്മൾ ജീരിയാട്രിക് കൗൺസിലിംഗ് എന്നാണ് അതിന് പറയും. കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരാൻ നിൽക്കുന്ന നേരത്ത് ആ വല്യമ്മ എന്നോട് ചോദിച്ചല്ലോ, മോനെ ഇങ്ങനെ തസ്ബീഹും തഹ്ലീലും ചൊല്ലാനൊന്നുമില്ലേ? അപ്പൊ ഞാൻ മനസ്സിലാക്കി കൗൺസിലിങ്ങിനെക്കാളും പ്രാധാന്യം ഇപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള, കാരണം അവർക്ക് ഓവർ തിങ്കിങ് ആണ്. വെറുതെ കുറെ സമയം കിട്ടുകയാണല്ലോ പ്രായമുള്ളവർക്ക്. അവർക്ക് പണിയൊന്നുമില്ല, വീട്ടിലുള്ള കാര്യങ്ങളൊന്നും പണിയെടുക്കാനുള്ള ശാരീരികമായിട്ടുള്ള ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായിരിക്കില്ല. അപ്പൊ ചിന്തകൾ ഇങ്ങനെ കാടുകയറിയിട്ട് പോയിട്ട് വെറുതെ വിഷമിച്ചിരിക്കുക, അതായിരുന്നു അവരുടെ പ്രശ്നം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരെ എൻഗേജ് ആക്കുകയാണ് വേണ്ടത്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പിന്നെ ഖുർആൻ ധാരാളമായിട്ട് പാരായണം ചെയ്യുവാനും അതിൽ പ്രത്യേകമായിട്ടുള്ള ചില ഖുർആൻ അധ്യായങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ സമയത്ത് എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കൗൺസിലിങ്ങിന്റെ മറ്റൊരു സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ നമ്മൾ തൗബയുടെ ഒരു ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞത് കാരണം ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സ്വന്തം തെറ്റ് തിരിച്ചറിയുക. മോഡേൺ സൈക്കോളജിയിലെ 3ാമത്തെ ഭാഗം പേഴ്സണലൈസിംഗിൽ നമ്മൾ സൂചിപ്പിച്ചത് അതാണ് അല്ലെ? നഫ്സുൽ അമ്മാറയിൽ നിന്ന് നഫ്സുൽ ലവ്വാമയിലേക്ക് കടക്കുന്ന സമയത്തും നമ്മൾ സൂചിപ്പിച്ചു വെച്ചത് അതാണ്. എന്നിട്ട് അങ്ങനെ തോന്നുന്ന ഒരു മനുഷ്യനെ പശ്ചാത്താപം തോന്നുകയും മറ്റുള്ളവരോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുക, എന്നിട്ട് നല്ല വഴി തിരഞ്ഞെടുത്തിട്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 3 നഫ്സുൽ അമ്മാറയും നഫ്സുൽ ലവ്വാമയും നഫ്സുൽ മുത്മഇന്നയിലൂടെയും സൂചിപ്പിച്ചത് അതാണ്. ഇങ്ങനെ വന്ന ഒരു മനുഷ്യൻ ആ കൗൺസിലിംഗ് ഒക്കെ അവസാനിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? അദ്ദേഹത്തിന്റെ 2 ലോകത്തെയും ആവശ്യങ്ങളെ സന്തുലിതമാക്കുക അല്ലെ? ലൗകികം, ആത്മീയം അല്ലെ? ഈ 2 ലോകത്തെയും ഒരുമിച്ച് കൊണ്ടുപോകുവാനുള്ള ഒരു ശ്രമം സ്വാഭാവികമായിട്ട് ഈ മനുഷ്യനിൽ നിന്നുണ്ടാവും. അതാണ് ഇവിടെ ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഇതൊന്നും വിശദീകരിക്കേണ്ടതില്ലാത്തത് കൊണ്ടാണ് എന്നിട്ട് തൗബയുടെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ക്ലയന്റിനെ മനസ്സിലാക്കി കൊടുക്കുക. ഞാനൊരു ക്ലയന്റ് സെന്റേർഡ് സാധനമാണ് അവതരിപ്പിക്കുന്നത് കേട്ടോ.
ക്ലയന്റ് സെന്റേഡ് സാധനം. നിങ്ങൾക്കൊരു ക്ലയന്റിനെ ഇത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലെങ്കിലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കഴിയണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇതിനെ ഇങ്ങനെ ഒരു വിശദീകരണത്തിലേക്കും അല്ലെങ്കിൽ ഒരു സ്ലൈഡ് പ്രസന്റേഷനിലേക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ തെറ്റ് തിരിച്ചറിയുക ഒന്നാമത്തേത്. തെറ്റ് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഒരാൾക്ക് പശ്ചാത്തപിക്കാൻ വേണ്ടി തോന്നുള്ളൂ. തെറ്റ് തിരിച്ചറിയാൻ പറ്റാത്ത ഒരാൾക്ക് പശ്ചാത്തപിക്കാൻ തോന്നുന്നു ഇല്ല. അതുകൊണ്ടാണ് പേഴ്സണലൈസിങ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഭാഗം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. പേഴ്സണലൈസിങ്ങിൽ എന്താ സംഭവിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്, ഞാൻ ഈ പ്രശ്നത്തിൽ ഇൻവോൾവ് ആണ് എന്ന് അയാൾ സമ്മതിക്കുകയാണ് അല്ലെ, എങ്കിൽ മാത്രമേ അയാൾ പശ്ചാത്തപിക്കുള്ളൂ. അങ്ങനെ പശ്ചാത്തപിച്ചാൽ മാത്രമേ അയാൾ ഓപ്പോസിറ്റ് പാർട്ടിയോട് മാപ്പ് ചോദിക്കുള്ളൂ. അങ്ങനെ മാപ്പ് ചോദിച്ചാൽ കഴിഞ്ഞാലോ പിന്നെ അയാളുടെ നല്ല വഴി തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യും. നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, അതുകൊണ്ട് ഓരോ പോയിന്റിലും ഞാൻ വല്ലാതെ വിശദീകരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിക മനഃശാസ്ത്രത്തിന്റെ പ്രായോഗിക കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. കൗൺസിലിംഗ്, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നതിൽ പ്രധാനപ്പെട്ട ഈ പോയിന്റുകൾ ജസ്റ്റ് നോട്ട് ചെയ്ത് പോയതാണ്. അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇസ്ലാമിക മനഃശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ മാനസികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നമ്മളെ നാട്ടില് യഥാർത്ഥത്തിൽ ആളുകൾ ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെ. കൗൺസിലിങ്ങിന് പോകാന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഭയങ്കരമായ പ്രശ്നമാണ്. അപ്പൊ എന്റെ കൗൺസിലിംഗ് സെന്റർ സെക്കൻഡ് ഫ്ലോറിലാണുള്ളത്. ഒരിക്കൽ ഒരു കൗൺസിലിങ്ങിന് വന്നൊരു കുട്ടി പറഞ്ഞു, ഒരു കുട്ടിയല്ല, ഒരു മുതിർന്ന സ്ത്രീയാണ് പറഞ്ഞത്, സാറിന്റെ ഓഫീസിൽ വളരെ സൂപ്പർ ഓഫീസാണ്. ഞാൻ എന്ത് പറ്റി, അല്ല ഇനി അഥവാ ആരെങ്കിലും ഈ ബിൽഡിങ്ങിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ താഴെ ടെക്സ്റ്റൈൽസിലേക്ക് വന്നതാണെന്നോ, ജുവല്ലറി ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ട് എൻ്റെ ഓഫീസ് നിൽക്കുന്ന ബിൽഡിങ്ങിൽ, അവിടേക്കൊക്കെ വന്നതാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആളുകളുടെ ഇത്തരത്തിലുള്ള ധാരണകളുണ്ട്. യഥാർത്ഥത്തില് പ്രാർത്ഥന എന്ന് പറയുന്നതിനെ ഡെവലപ്പ് ചെയ്തതാണ് ഇസ്ലാമിക് സൈക്കോളജി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ 3 മാസത്തെ കോഴ്സിൽ ഇത് വളരെ വിശദമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇത്രയും നേരം സംവദിച്ചത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ 2ാമത്തെ ക്ലാസ് കൂടി കിട്ടുന്ന സമയത്ത് കുറച്ചും കൂടി വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് വരും. പിന്നെ ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്മകൾ സംഭവിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.